ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടും കൂടെയാണ് ദൃശ്യം 3 എത്തണത്. അപ്പൊ അതിന്റെ ഒരു പ്ലാനിങ് എങ്ങനെയായിരുന്നു, ശരിക്കും എങ്ങനെയാണ് റിലീസ് ഡേറ്റിലേക്ക് വന്നതെന്നൊന്നും പറയാം. അതും ഒരു അറിയാതെ സംഭവിച്ചൊരു കാര്യമായിട്ടാണെങ്കിൽ പറയാൻ കഴിയും. നമ്മൾ ഈ സിനിമ നേരത്തെ റിലീസ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. പിന്നെയാണത് ഇവിടെ ഒരു റിലീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നമുക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ May 21 എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ റിലീസ് ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയൊക്കെയാണ്. നിങ്ങൾ അല്ലാതെ വളരെ കൂടുതലും സിനിമകൾ വേറെ ദിവസങ്ങളിൽ, പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ May 21 ഒരു വ്യാഴാഴ്ചയാണ്. അതൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഒരിക്കലേ ഒരു ചാൻസ് കിട്ടുള്ളൂ. കാര്യം ഇത്രയും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമ, ആ സിനിമ നമ്മുടെ പിറന്നാളിന് അത് കൊടുക്കുക എന്ന് പറയുന്നത് എന്നെക്കാളും കൂടുതൽ ആന്റണിയുടെ അഭിപ്രായമായിരുന്നു. അപ്പം അതൊരു വലിയ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇനി എല്ലാ പിറന്നാളും ഒരു സിനിമ എടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, അത് ദിവസങ്ങളും കൂടെ വരണം. അപ്പോൾ ഇതൊരു വ്യാഴാഴ്ചയാണ് വരുന്നത്. ആൻഡ് ഏറ്റവും നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോർജ് കുട്ടി ഈ ദൃശ്യമാണ്. അപ്പോൾ ആ ദിവസം വന്നത് വളരെ ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നു. അതൊരു പിറന്നാൾ സമ്മാനമായിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ ഉള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായി. കാര്യം ഒരു മോശം സിനിമയൊന്നും ആയിരിക്കും. കാര്യം ഈ പ്രേക്ഷകരായ ഇതിലെ ഒന്നും കള്ളത്തരങ്ങളൊന്നുമില്ല. കാര്യം ആ ജോർജ് കുട്ടിക്കും ഫാമിലിക്കും നടന്ന എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എന്താണ് സംഭവിച്ചെന്നറിയാം. അതിൽ നിന്ന് അയാൾ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം. ആ പിറന്നാൾ ദിവസം ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. ആന്റണിക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം. ആശീർവാദ് സിനിമാസിന് ഏറ്റവും സന്തോഷമുള്ള ഒരു റിലീസ് ഡേറ്റാണ്. ആശീർവാദിനെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച്, മോഹൻലാൽ സാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും സംബന്ധിച്ചും ഏറ്റവും പ്രിയപ്പെട്ടതാണ് May 21 എന്ന് പറയുന്നത്. അപ്പോൾ ലാൽ സാർ പറഞ്ഞ പോലെ ജീവിതത്തിലെ ഇതുവരെയുള്ള എൻ്റെ ലാൽ സാറിനോട് ചേർന്നുള്ള യാത്രയിൽ ഇതുപോലൊരു ദിവസം ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. അതാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ ആ ദിവസം തന്നെ റിലീസ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ അതിന് ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. മലയാളികൾക്ക് എല്ലാവർക്കും വേണ്ടി അതിനെ ആ ദിവസം റിലീസ് ചെയ്യാം. ഈ ബാഹുബലി 1 ഇറങ്ങിയ സമയത്ത് ബാഹുബലി 2 ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ഇറങ്ങുന്നത്. അപ്പൊ എല്ലാവരും ചോദിച്ചിരുന്നു എന്തിനാണ് കട്ടപ്പ ബാഹുബലിയൊക്കെ വന്നത്. അപ്പോൾ അത് ഭയങ്കര വൈറലായ ഒരു ചോദ്യമായിരുന്നു. അതുപോലെയുള്ളൊരു ചോദ്യമാണ് ജോർജ് കുട്ടി പിടികൊടുക്കുമോ എന്നുള്ളത്. അപ്പൊ ഈ രഹസ്യം ഇപ്പൊ ഏകദേശം 13 വർഷത്തോളമായിട്ട് ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ കുറച്ച് വർഷം കഴിയുമ്പോൾ ഈ സീക്രട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണല്ലോ. ഇപ്പോൾ 3യുടെ സീക്രട്ടും അറിയാവുന്ന വളരെ ചുരുക്കം ചിലരിൽ ഒരാളായിരിക്കുമല്ലോ. ഇതിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, ആരോട് ഷെയർ ചെയ്യാനും പറ്റില്ല, എന്നാൽ ഒരു വലിയ കാര്യം അറിയുകയും ചെയ്യാം. അതിനെ എങ്ങനെയാ ഉൾക്കൊള്ളുന്നത്? ഷെയർ ചെയ്തില്ലേ കഴിഞ്ഞ 3യുടെ മണ്ണിന്റെയും ടോയിലൂടെയും കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും എല്ലാം അറിയാം എന്താണ്. ആ ചോദ്യത്തിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ആ മണ്ണിന്റെയും ടോയിലും സൂക്ഷിച്ചു വലിയൊരു രഹസ്യമൊന്നും ഇവർക്ക് സൂക്ഷിക്കണ്ട. കാരണം എല്ലാവർക്കും അറിയാം, പോലീസിനറിയാം, നാട്ടുകാർക്കറിയാം എന്താണ് സംഭവിച്ചത്. തെളിവില്ലാത്തതുകൊണ്ടാണ് ഭാഗത്ത് പോകാത്തതെന്നും അറിയാം. അതാണ് അവസ്ഥ. ഉദ്ദേശം ഞാൻ പറയാം. ഈ 2യിലൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, അതുപോലെ 3യിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചു. അത് റാണിക്ക് അങ്ങനെ രഹസ്യങ്ങൾ ഇപ്പോൾ സൂക്ഷിക്കേണ്ട കാര്യമില്ല. കാര്യം ഓൾറെഡി രണ്ടാമത്തെ എല്ലാ കാര്യവും പറഞ്ഞു. എന്തെങ്കിലും പറയണ്ടേ? വളരെ സന്തോഷം. ഈ ദൃശ്യം ഫ്രാഞ്ചൈസ് ഇത്ര വലിയ ഒരു ഫ്രാഞ്ചൈസായിട്ട് മാറിയത് വളരെ സന്തോഷമുണ്ട്. പിന്നെ May 21 റിലീസ് ആവുന്നതിൽ വളരെ സന്തോഷം. ഇറ്റ്സ് ലൈക്ക് എ ഡബിൾ ധമാക്ക. ഈ രണ്ടിലെ മൈക്കിന്റെ പ്രശ്നമല്ല, ഈ സ്റ്റോറിൽ വെക്കുന്നത് മൈക്കൊന്ന് അങ്ങോട്ട് പാസ് ചെയ്താൽ മതി. ഇത് ഓക്കെയാണോ? അവർക്ക് ഇത്ര ശബ്ദമേ ഉള്ളൂ. അല്ല, ഐ എം വെരി ഹാപ്പി ഈ ദൃശ്യം ഫ്രാഞ്ചൈസ് ഇത്ര വലിയ ഒരു ഫ്രാഞ്ചൈസായി മാറിയതിൽ. ആൻഡ് എൻ്റെ ക്യാരക്ടറും റാണിയുടെ ക്യാരക്ടറും വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായി മാറി. ഇത്ര ഒരു ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറായി മാറിയതിൽ വളരെ സന്തോഷം. പിന്നെ
May 21st റിലീസാവുന്നതിൽ വളരെ വളരെ സന്തോഷം. ഇറ്റ്സ് ലൈക്ക് എ ഡബിൾ ധമാക്ക, റിലീസിംഗ് ദ ബിഗ്ഗസ്റ്റ് ഫ്രാഞ്ചൈസ് ദൃശ്യം 3 on Laliten's birthday. And ദൃശ്യം 3-ൽ ഞാൻ പറയാനുള്ളത് ഇറ്റ്സ് മോർ ഓഫ് ഇമോഷണൽ ആൻഡ് ഇമോഷണൽ പ്ലേ ആണ് ബിറ്റ്വീൻ ദ ടു ഫാമിലീസ്. എനിവേ എനിക്ക് ഇതിനെ കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. ഐ എം വെരി വെരി ഹാപ്പി, വെരി എക്സൈറ്റഡ്, ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദറ്റ് ലവ് ആൻഡ് സപ്പോർട്ട്. സോ ദൃശ്യം 3 കൂടി വളരെ വലിയൊരു ഇതുപോലെ തന്നെ ദൃശ്യം 1 and 2 പോലെ തന്നെ വലിയൊരു എന്താ പറയുക ബിഗ്ഗസ്റ്റ് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആകും. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് പൂർത്തി ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. I hope you all like the film and love the film like D1 and D2. Thank you so much.